ചെറിയ സിനിമകൾ കാണാൻ തിയേറ്ററിലേക്ക് ആളുകൾ വരുമോ എന്ന ആശങ്ക ഇപ്പോഴുണ്ടെന്ന് ബേസിൽ ജോസഫ്. ഫാമിലി സിനിമ ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരാഴ്ച ടെൻഷൻ കാരണം തനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ലെന്നും ബേസിൽ പറഞ്ഞു. OTT പോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉള്ള സമയത്ത് സൂപ്പർ സ്റ്റാറുകൾ എല്ലാ തരത്തിലുമുള്ള സിനിമ ചെയ്യുന്നത് തിയേറ്ററിലേക്ക് ആൾ വരാൻ സഹായിക്കുമെന്നും മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ ബേസിൽ പറഞ്ഞു. ഫാമിലി എന്ന സിനിമ ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരാഴ്ച ടെൻഷൻ കാരണം എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. ഈ സിനിമ വിജയിക്കുമോ എന്ന ആശങ്കയായിരുന്നു. കാരണം മിഡ് ബഡ്ജറ്റ് സിനിമകളാണ് ഞാൻ ചെയ്യാറുള്ളത്, ബിഗ് ബഡ്ജറ്റ് അല്ല. ഇതുപോലുള്ള സിനിമകൾ നല്ലതാണെങ്കിലും തിയേറ്ററിൽ വിജയിക്കുമോ എന്നുള്ളത് എന്നെ അലട്ടുന്ന കാര്യമാണ്. ആ സിനിമയുടെ റിലീസിന് ശേഷമേ അത് ഉറപ്പിക്കാനാവൂ. അങ്ങനെയുള്ള സിനിമകൾ OTTയിൽ കാണാമെന്ന് ആളുകൾ വിചാരിക്കും. ചെറിയ ബജറ്റിൽ വന്ന് തിയേറ്ററിൽ വിജയിച്ചത് വളരെ ചുരുക്കം സിനിമകളാണ്. രോമാഞ്ചവും ജയഹയും ഒക്കെ ഒരു എക്സ് ഫാക്ടർ കൊണ്ട് വൻ വിജയമായി. കുടുംബ ചിത്രങ്ങൾ പഴയതുപോലെ ഇപ്പോൾ തിയേറ്ററിൽ ഓടുമോ എന്ന് സംശയമാണ്. അങ്ങനെയൊരു കാലത്ത് ഫാമിലി കാണാൻ ആളുകൾ വന്നു എന്നറിഞ്ഞപ്പോൾ സമാധാനമുണ്ടായിരുന്നു. ആളുകൾ വന്നില്ലായിരുന്നുവെങ്കിൽ വലിയ നിരാശയുമാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2-3 സിനിമകൾ ചെയ്തിട്ട് സംവിധാനത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കോവിഡിന് ശേഷം വലിയ മാറ്റമാണ് ഉണ്ടായത്. OTT എല്ലാം വന്നു. അങ്ങനെയുള്ള കാലത്ത് മമ്മൂക്കയെയും പോലെയും ലാലേട്ടനെയും പോലെയുള്ള സൂപ്പർ സ്റ്റാറുകൾ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നേരെ എന്ന സിനിമ ഹിറ്റായി. അതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. ആ സിനിമ ലാലേട്ടനെ പോലെ ഒരു താരം ചെയ്യുന്നത് വലിയ കാര്യമാണ്. മമ്മൂക്കയെപ്പോലെ ഒരു താരം കാതൽ പോലെയുള്ള സിനിമ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഭ്രമയുഗം ചെയ്യുന്നു. വലിയ താരങ്ങൾ സിനിമകൾ മിക്സ് ചെയ്താലേ 90കളിലെയോ 2000ങ്ങളിലെയോ ഉണ്ടായിരുന്ന പോലെ എല്ലാവരും തിയേറ്ററിലേക്ക് വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ വിജയിച്ച തമിഴ് തെലുങ്ക് സിനിമകളുടെ ഫോർമാറ്റിലേക്ക് പോവുമായിരുന്നു. മാസും ഫൈറ്റ് ചെയ്യേണ്ട എന്നല്ല, അതും ചെയ്യണം. എല്ലാത്തിൻ്റെയും മിക്സ് വരണം, ബേസിൽ പറഞ്ഞു.